My dear friends, today we are meditating on Isaiah 30:19. ഇന്ന് നമുക്ക് യെശയ്യാവ് 30:19 ധ്യാനിക്കാം. He will surely be gracious to you at the sound of your cry. As soon as he hears it, he answers. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തെങ്കിൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. Today you may be wondering, does anyone know the suffering that I'm going through? ഞാൻ കടന്നുപോകുന്ന കഷ്ടത്തെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ എന്ന് ചിന്തിച്ചേക്കാം. I have so much of heartache. എനിക്ക് ഒത്തിരി ഹൃദയവേദനയുണ്ട്. I cry myself to sleep every night. എല്ലാ രാത്രികളിലും ഉറങ്ങാൻ പോകുമ്പോൾ കരയുകയാണ്. How am I supposed to go on? ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? How can I overcome the obstacles I face in my life? എന്റെ ജീവിതത്തിലെ തടസ്സങ്ങളെ എനിക്കെങ്ങനെ അതിജീവിക്കുവാൻ കഴിയും? There is hope for you, my dear friends. പ്രിയ സുഹൃത്തേ, നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. That is what happened in the life of a missionary in China named Gladys Aylward. ഗ്ലാഡിസ് എൽവേർഡ് എന്ന ചൈനയിലുള്ള മിഷണറിയുടെ ജീവിതത്തിൽ സംഭവിച്ചതും ഇതുതന്നെയാണ്. She was going through a particularly difficult time ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലഘട്ടമായിരുന്നു. because she faced opposition from the local authorities who demanded her to surrender her orphanage and leave China. തന്റെ അനാഥാലയത്തെ ഗവൺമെന്റിന് കൊടുത്തിട്ട് ദേശം വിട്ടു പോകുവാൻ അവിടുത്തെ തദ്ദേശ ഭരണകൂടം അവളോട് ആവശ്യപ്പെട്ടു. She was devastated and she was weeping uncontrollably. അവൾ കടുത്ത പ്രതിസന്ധിയിലായി. അവൾ വല്ലാതെ വിലപിക്കുകയായിരുന്നു. She felt hopeless and helpless. സഹായമറ്റവളായി, പ്രത്യാശയില്ലാത്തവളായി അവൾ She തീർന്നു. cried and prayed to God, saying, Lord, I don't know what to do. Please help me. അവൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല, അവിടുന്ന് എന്നെ സഹായിക്കണമേ. She made that small prayer and she fell asleep being so exhausted from crying. അവൾ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അവൾ കരഞ്ഞ് തളർന്ന് കിടന്ന് ഉറങ്ങുവാൻ ആരംഭിച്ചു. The next day morning, അടുത്ത ദിവസം രാവിലെ Gladys received an unexpected visit from a high-ranking government official. ഗ്ലാഡിസിന് സർക്കാരിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ അപ്രതീക്ഷിത സന്ദർശനം ഉണ്ടാകുവാനിടയായി. He came to her and said, the authorities have reversed their decision. അധികാരികൾ അവരുടെ തീരുമാനത്തെ തിരിച്ചെടുത്തു എന്ന് അയാൾ The പറഞ്ഞു. orphanage can remain അനാഥാലയത്തിന് തുടരാം. and Gladys can continue to do her work. ഗ്ലാഡിസിന് തന്റെ ദൗത്യം തുടർന്നു കൊണ്ടുപോകാം. She was so happy അവൾക്ക് വലിയ സന്തോഷമുണ്ടായി. and she realized that God had answered her tears, തന്റെ കണ്ണുനീരിന്റെ മറുപടിയാണതെന്ന് അവൾ മനസ്സിലാക്കി. just as he promised. അവിടുന്ന് വാഗ്ദത്തം ചെയ്തതുപോലെ. In the same way, my dear friends, സുഹൃത്തെ, ഇതേപോലെ തന്നെ God is gracious to you ദൈവത്തിന് നിന്നോടും കരുണയുണ്ട്. and he hears your tears. നിന്റെ കരച്ചിൽ അവിടുന്ന് കേൾക്കുന്നുണ്ട്. He sees your tears നിന്റെ കണ്ണുനീർ അവിടുന്ന് കാണുന്നുണ്ട്. and he waits to answer you. നിങ്ങൾക്ക് മറുപടി തരുവാൻ കാത്തിരിക്കുകയാണ്. Yes, my dear friends, he will answer all of your requests. നിങ്ങളുടെ സകല അപേക്ഷകൾക്കും അവിടുന്ന് മറുപടി തരും. He sees you crying and filled with burden. നിങ്ങൾ ഭാരപ്പെട്ട് കരയുന്നത് അവിടുന്ന് He കാണുന്നുണ്ട്. will be quick to answer you. അവിടുന്ന് വേഗത്തിൽ മറുപടി തരും. No more wondering who sees me when I cry, എന്റെ കരച്ചിൽ ആര് കാണുന്നുവെന്ന് ആശ്ചര്യപ്പെടേണ്ട. but you will know that God will listen to your prayers and answer you. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി തരുമെന്നുള്ളത് മനസ്സിലാക്കുക. Let's receive a miracle from God right now. ഇപ്പോൾ തന്നെ കർത്താവിൽ നിന്നും അത്ഭുതം പ്രാപിക്കാം. Lord, today you see how much your children have cried and how their face has been so worried, Lord. കർത്താവേ, ഇന്ന് അവിടുത്തെ മക്കൾ എത്രത്തോളം ആകുലപ്പെടുന്നുവെന്നും അവർ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുവെന്നും അറിയുന്നു. Many of them cry themselves to sleep. പലരും തങ്ങളുടെ കിടക്കയിൽ പോലും കരയുകയാണ്. Many of them cry even when they start praying പലരും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ കരയുകയാണ്. because of the burden in their heart, Lord. അവരുടെ ഹൃദയത്തിലെ ഭാരം നിമിത്തം Today, ഇന്ന് let them have an end to their suffering. അവരുടെ കഷ്ടങ്ങൾക്ക് ഒരു അന്തമുണ്ടാകുമാറാകട്ടെ. Answer all of their tear-filled prayers, Lord. അവരുടെ കണ്ണുനീർ നിറഞ്ഞ പ്രാർത്ഥനകൾക്ക് മറുപടി Be ഉണ്ടാകട്ടെ. gracious to them, Lord, അവരോട് കരുണ and കാണിക്കുമാറാകട്ടെ. answer their requests. അവരുടെ അപേക്ഷകൾക്ക് മറുപടി കൊടുക്കണം. Heal their bodies. ശരീരത്തെ Heal സൗഖ്യമാക്കണം. their loved ones. അവർ സ്നേഹിക്കുന്നവരെ Make a സൗഖ്യമാക്കണം. way for them in their work. അവരുടെ ജോലികളിൽ വഴി തുറക്കണമേ. Give them a job. ജോലി Give കൊടുക്കണമേ. them a home. ഒരു വീട് കൊടുക്കണമേ. Deliver them from their financial trouble. സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണമേ. Bless their children. അവരുടെ കുഞ്ഞുങ്ങളെ Bless അനുഗ്രഹിക്കണമേ. their family. കുടുംബത്തെ And അനുഗ്രഹിക്കണം. increase them in their life, Lord. ജീവിതത്തെ Do വർദ്ധിപ്പിക്കണമേ. a miracle for your children today. നിന്റെ മക്കൾക്കായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. And answer their tear-filled prayers. കണ്ണുനീർ നിറഞ്ഞവരുടെ പ്രാർത്ഥന കേൾക്കണം. Let us rejoice and be a testament to you, Lord. അവർ സന്തോഷിച്ച് അവിടുത്തെ സാക്ഷിയായി മാറട്ടെ. Bless them. അവരെ In അനുഗ്രഹിക്കണമേ. Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.